നമസ്കാരം. ഇറാനെ തൊട്ട അമേരിക്കയുടെ അവസാനം കാണാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. അവർക്കുള്ള അവസാന അത്താഴവും വിളമ്പാനുള്ള ഒരുക്കത്തിലാണ് ഇറാൻ. തൊടുന്നത് ഇറാനെയാണെന്ന കാര്യം ഓർക്കാതെയാണ് കിറുക്കൻ ട്രംപിന്റെ ആജ്ഞയനുസരിച്ച് അമേരിക്ക ഇറാനിൽ കടന്നാക്രമണം നടത്തിയത്. ആക്രമണശേഷം ഇറാനെ മുഴുവൻ തീർത്തു കളഞ്ഞു എന്ന രീതിയിലാണ് ട്രംപിന്റെ പെരുമാറ്റവും പ്രഖ്യാപനങ്ങളുമെല്ലാം വന്നത്. എന്നാൽ അമേരിക്കയുടെ എല്ലാ വാദങ്ങളെയും മലർത്തിയടിക്കുന്നതായിരുന്നു ഇറാന്റെ നയം. ഇപ്പോൾ അതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ ഇറാനിലെ ഉന്നത ഷിയ പുരോഹിതൻ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. അവരെ അല്ലാഹുവിന്റെ ശത്രുക്കൾ എന്ന് വിളിക്കുകയും ഇരുവരെയും നശിപ്പിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ ഒന്നിപ്പിച്ച് നശിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ഗ്രാൻഡ് ആയത്തുള്ള നാസർ മക്രം ഷിരാസി ആഹ്വാനം ചെയ്തിരിക്കുന്നു. നേതാവിനെയോ അള്ളാഹുവിനെയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയെയും ഭരണകൂടത്തെയും യുദ്ധപ്രഭു അല്ലെങ്കിൽ മൊഹറബ് ആയി കണക്കാക്കുന്നുവെന്നും മക്രം തന്റെ ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന വ്യക്തിയെയാണ് മൊഹറബ്. ഇറാനിയൻ നിയമപ്രകാരം മൊഹറബ് എന്ന് തിരിച്ചറിയപ്പെടുന്നവർക്ക് വധശിക്ഷ, കുരിശിലേറ്റൽ, ശിരസ് ഛേദിക്കൽ അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവ നേരിടേണ്ടി വരും. ഇറാന്റെ പരമോന്നത നേതാവിനെ ഭീഷണിപ്പെടുത്തുകയോ വധിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാകുമെന്നും അത്തരമൊരു പ്രവൃത്തി അള്ളാഹുവിനോട് അപമാനിക്കാനായി മാത്രമല്ല അള്ളാഹുവിനെതിരായ യുദ്ധമായും കണക്കാക്കപ്പെടുന്നുവെന്നും ഫത്വയിൽ പറയുന്നു. ഈ രാജ്യങ്ങളുമായുള്ള മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം പുലർത്തുകയോ പിന്തുണ നൽകുകയോ ചെയ്യുന്നത് ഹറാം അഥവാ നിഷിദ്ധമാണ്. ഈ ശത്രുക്കളെ അവരുടെ വാക്കുകളിലും തെറ്റുകളിലും ഖേദിപ്പിക്കുവാൻ ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും കടമയുണ്ട് എന്നാണ് ഫത്വയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. കൂടാതെ തന്റെ മുസ്ലിം കടമകൾ അനുസരിച്ച് ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിമിന് കഷ്ടപ്പാടുകളോ നഷ്ടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ദൈവമാർഗത്തിൽ പോരാടിയവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണ് വിധിയിൽ പറയുന്നത്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഉന്നത സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. ജൂൺ 13 ആരംഭിച്ച 12 ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ചാണ് വെടിനിർത്തൽ ധാരണയുണ്ടായത്. ഇതിനുശേഷമാണ് ഈ മതപരമായ വിധി പുറത്തു വന്നത്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ആരോപണം ടെഹ്റാൻ നിരന്തരം നിഷേധിക്കുന്നുണ്ട്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ US സേന ഇസ്രായേൽ സേനയോട് ചേർന്നതോടൊപ്പം യുദ്ധം രൂക്ഷമാകുകയായിരുന്നു. ഇതിന് പിന്നാലെ ഖത്തറിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. ഇതിന് പിന്നാലെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്.